പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് 2024 നവംബർ 29, അതായത് 1200 വൃശ്ചിക മാസം 14-ാം തീയതി ഭൃഗുവാരം അഥവാ വെള്ളിയാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ വെള്ളിയാഴ്ച പ്രായണ ഒരു ശുഭദിനമാണ്. ജ്യോതിഷത്തിൽ ശുഭഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ശുഭദിനങ്ങൾ ബുധൻ, വ്യാഴം, ശുക്രൻ, പിന്നീട് ബലമുള്ള ചന്ദ്രനും, ഇതൊക്കെയാണ് ശുഭഗ്രഹങ്ങൾ. അവിടെ ബുധൻ പാപഗ്രഹങ്ങളോടുകൂടി വന്നാൽ ബുധനും പാപസ്വഭാവം പ്രകടിപ്പിക്കുന്നു. ഇവിടെ വെള്ളിയാഴ്ചത്തെ തൃശ്ശൂരിലെ സൂര്യോദയം കാലത്ത് 6:28 അസ്തമയം വൈകിട്ട് 5:56 അതേ രീതിയിൽ വെള്ളിയാഴ്ചത്തെ രാഹുകാലം 10:30 മുതൽ 12 മണി വരെയുള്ള സമയവുമാകുന്നു. പ്രാദേശിക സൂര്യോദയ പ്രകാരം നമുക്ക് 10:58 മുതൽ 12:28 വരെയുള്ള സമയം രാഹുകാലമായി നാം പരിഗണിക്കണം. നാളത്തെ നക്ഷത്രം ചോതി നക്ഷത്രമാകുന്നു. കാലത്ത് 10:30 വരെ ചോതിയും 10:30 ശേഷം പൂർണ്ണമായും വിശാഖം നക്ഷത്രമാകുന്നു തുലാം രാശി. ഇവിടെ കാലത്ത് 8:30 വരെ ത്രയോദശി തിഥിയാകുന്നു. അതിനുശേഷം അങ്ങേറ്റം ദുർബലമായ കറുത്തപക്ഷത്തിലെ ചതുർദശി തിഥിയാകുന്നു. ചന്ദ്രൻ അമാവാസിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായി ത്രയോദശി തിഥി കഴിഞ്ഞു. ഇനി ചതുർദശി തിഥിയിലേക്ക് കാലത്ത് 8:30 മുതൽ കറുത്തപക്ഷത്തിലേക്ക് കറുത്ത വാവിലേക്കുള്ള ഒരു പ്രയാണത്തിൻ്റെ തുടക്കത്തിലാകുന്നു ചന്ദ്രൻ. ചതുർദശി രിക്താതിഥിയാകുന്നു. നാം ഒരു ശുഭകാര്യത്തിനും ഉപയോഗിക്കാത്ത തിഥിയാകുന്നു. അതിനാൽ സാമ്പത്തികമായ ഒരു അനുകൂല സ്ഥിതിയും നാളത്തെ ദിനത്തിൽ നാം ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കാലത്ത് രാവിലെ യാത്രയോ ഒരു ശുഭകരമായ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ 9:45 മുതൽ 10:30 വരെയുള്ള സമയം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ആ കാലഹോര പ്രായണ ഒരു ശുഭകാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്വീകരിക്കാം. നാളെ കാലത്ത് നിങ്ങൾക്ക് നാഗക്ഷേത്ര ദർശനം നടത്താം. 10:00 ശേഷം വൈകിട്ട് വിശാഖം നക്ഷത്രമാകുന്നു. വിശാഖം, പുണർദം, വിശാഖം, പൂരുരുട്ടാതി ഈ നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം വ്യാഴമാകുന്നു. വ്യാഴത്തിനെ കൊണ്ടാണ് നാം മഹാവിഷ്ണുവിനെ ചിന്തിക്കുക. ജീവോ നാരായണ. അതിനാൽ നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വൈകിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം, തുളസിമാല, പാൽപ്പായസം അല്ലെങ്കിൽ സുദർശന പുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്ത് രാവിലെ തന്നെ നിങ്ങൾക്ക് റെസീറ്റാക്കാം. വൈകിട്ട് ആ പ്രസാദങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുക. ആ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പമാകുന്നു തുളസി. ഒരിക്കലും സന്ധ്യയ്ക്ക് ശേഷം നാം തുളസി പറിക്കാറില്ല. തുളസിയുടെ ഓറ പലപ്പോഴും പകലാണ്. അതിനാൽ തുളസി പകൽ നാം പറിക്കണം. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷത്തിൽ തുളസിയാകുന്നു അർത്ഥം, ധനം. അതിനാൽ ധനപരമായ അഭിവൃദ്ധിക്ക് വിഷ്ണുവിൻ്റെ ഈ പുഷ്പമായ തുളസി നമുക്ക് വളരെയധികം ശക്തിയെ പ്രദാനം ചെയ്യുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നക്ഷത്രവും നല്ല ദിനത്തെയും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.